ആൻസലാമ ഐ ഹോസ്പിറ്റൽ. സംസ്ഥാന സർക്കാർ ബജറ്റിൽ 10 കോടി രൂപ അനുവദിച്ചത് ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചത് പദ്ധതിക്ക് ഏറെ പ്രാധാന്യം നൽകുന്നു. പെരിന്തൽമണ്ണയിലെ ഓരോ വ്യക്തിയുടെയും ദീർഘകാലത്തെ സ്വപ്നമാണിതെന്നും തന്റെ പരിശ്രമവും UDF അധികാരത്തിൽ വന്നതും നേതാക്കളുടെ ഇടപെടലും ഈ പദ്ധതി സർക്കാർ പരിഗണിക്കുന്നതിന് കാരണമായി എന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നിർദ്ദേശിച്ച പദ്ധതിയാണ് ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ്. ഭീമമായ തുക വേണ്ടിവരുന്നതും സാങ്കേതിക തടസ്സവാദങ്ങളും രാഷ്ട്രീയ പകപോക്കലും കാരണം പദ്ധതി നീണ്ടുപോയി. മഞ്ഞളാംകുഴിയിലെയും നജീബ് കാന്തപുരവും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും കഴിഞ്ഞ സർക്കാരുകൾ ഓരോ ബജറ്റിലും 100 രൂപയുടെ ടോക്കൺ നൽകി മാറ്റി നിർത്തുകയായിരുന്നു പതിവ്. പദ്ധതിയെക്കുറിച്ച് നിരന്തരമായി അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽപ്പെടുത്താത്ത ഒരു മാധ്യമവും ഇല്ലെന്നത് വാസ്തവമാണ്. UDF അധികാരത്തിൽ വന്നാൽ ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡിന് പ്രഥമ പരിഗണന നൽകുമെന്ന് മങ്കടയിലെയും പെരിന്തൽമണ്ണയിലെയും നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞിരുന്നു. ആ വാക്കാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പ്രഥമഘട്ട പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ 10 കോടി രൂപ അനുവദിച്ചത് പദ്ധതിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രഥമഘട്ട സ്ഥലമെടുപ്പ് പൂർത്തിയാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. പെരിന്തൽമണ്ണയിലെ ഓരോ വ്യക്തിയുടെയും ദീർഘകാലത്തെ ചിരകാല സ്വപ്നമാണ് ഈ ബൈപ്പാസ് റോഡ്. കഴിഞ്ഞ 5 വർഷവും ഈ പദ്ധതിക്കായി ഏറെ ശ്രമം നടത്തിയെന്നും LDF സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് തന്നെയാണ് നജീബ് കാന്തപുരം MLAക്ക് പറയാനുള്ളത്. UDF നേതാക്കളുടെ ഇടപെടൽ പദ്ധതിക്ക് ഏറെ പിന്തുണയാണ് ലഭിച്ചത്. UDF അധികാരത്തിൽ വന്നപ്പോൾ മറുപടി പറയാൻ സാധിച്ചെന്നും മുഖ്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ തന്നെ ബൈപ്പാസ് പദ്ധതി സംബന്ധിച്ച് വന്നത് ഏറെ പ്രാധാന്യം നൽകുന്നുവെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. പുതിയ ബജറ്റിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ്. ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് പെരിന്തൽമണ്ണയിലെ ഓരോ വ്യക്തിയുടെയും ഒരുപാട് കാലത്തെ ചിരകാല സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് പിറകെ കഴിഞ്ഞ 5 വർഷവും ഞാൻ യാത്ര ചെയ്യുകയും കഠിനാധ്വാനം ചെയ്യായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഗവൺമെൻറ് മാറി 1 മാസത്തിനുള്ളിൽ റീഅറേഞ്ച് ബജറ്റായിട്ട് പോലും അതിന് ബഹുമാന്യനായ മുഖ്യമന്ത്രി നൽകിയ മുഖവിലയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് നയിച്ചത് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും അതിശക്തമായിട്ടുള്ള പിന്തുണയും ഇടപെടലുമാണ്. ഒരു MLA എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന ഒരു കാര്യമാണിത്. പലപ്പോഴും പെരിന്തൽമണ്ണയിലെ വികസനം ചോദ്യം ചെയ്യപ്പെട്ട ഘട്ടത്തിലെല്ലാം ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, UDF അധികാരത്തിൽ വരട്ടെ, ഇതിനെല്ലാം നമുക്ക് മറുപടി പറയാൻ സാധിക്കുമെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ബജറ്റിനകത്ത് 10 കോടി രൂപ അനുവദിച്ചത് മാത്രമല്ല പ്രധാനം, ഇത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ വന്നു എന്നതാണ്. ബജറ്റ് പ്രസംഗത്തിൽ ഒരു കാര്യം മുഖ്യമന്ത്രി ടേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി സർക്കാരിന് തോന്നുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഒരു ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറയുക. ബാക്കിയെല്ലാം ബജറ്റ് പുസ്തകത്തിൽ ഉണ്ടാകുക മാത്രമാണ് ഉണ്ടാവുക. ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കാൻ പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും വ്യാപാരികൾ ഉൾപ്പെടെ പല സംഘടനകളും സമരം ചെയ്തതാണ്. ഇവിടത്തുകാരുടെ മാത്രമല്ല, ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാകണമെന്നത് നിത്യവും ഗതാഗതക്കുരുക്കിൽപ്പെടുന്ന എല്ലാവരുടെയും ആവശ്യമാണ്. ഇനി സാങ്കേതിക തടസ്സങ്ങൾ പറയരുത്. വീണ്ടും ചിറകുമുളച്ച ഈ പദ്ധതിയോട് രാഷ്ട്രീയ വിരോധവും അരുത്. സർവേ പൂർത്തിയാക്കി സ്ഥലം ഏറ്റെടുക്കൽ നടപടിയിലേക്ക് നീങ്ങുകയാണ് വേണ്ടത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ആൻസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.